നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. കൊറോണ വ്യാപനത്തിന്റെ ആദ്യ നാളുകളിൽ ഗൾഫ് രാഷ്ട്രങ്ങൾ ആകാശവാതിലുകൾ കൊട്ടിയടച്ചപ്പോൾ ഏറെ ആശ്വാസമായത് UAE-യുടെ തീരുമാനമായിരുന്നു. പ്രവാസികളെ ഇരുകൈ നീട്ടി സ്വീകരിക്കുകയായിരുന്നു UAE. എന്നാൽ ഇന്ത്യയിൽ പ്രതിദിനം രോഗികൾ 3 ലക്ഷം പിന്നിടുമ്പോൾ ഇതല്ലാതെ മറ്റൊരു തീരുമാനവുമില്ലെന്ന് പറയുകയാണ് അധികൃതർ. അതെ, ആ വിലക്ക് ഇന്ന് രാത്രി മുതൽ പ്രാബല്യത്തിൽ വരികയാണ്. എന്നാൽ അവസാന മണിക്കൂറിൽ വിമാന ടിക്കറ്റ് കിട്ടാനില്ല. COVID-19 PCR പരിശോധന നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് 48 മണിക്കൂറിനുള്ളിൽ ഹാജരാക്കണം എന്ന 2 പ്രധാന പ്രതിസന്ധികളാണ് പ്രവാസികൾക്ക് മുന്നിൽ നിൽക്കുന്നത്. അതായത് ഇന്ന് അർദ്ധരാത്രിക്ക് മുമ്പ് ഇന്ത്യയിൽ നിന്ന് UAE-യിലേക്ക് വിമാനം കയറാൻ ഒരുങ്ങിയവരെ ഏറെ വലയ്ക്കുന്നത് ഇതും തന്നെയാണ്. മലയാളികളടക്കം ഒട്ടേറെ പേർ ഏതു വിധേനയും വിമാനം കയറാൻ ശ്രമിക്കുകയാണ്. ഇന്ന് അർദ്ധരാത്രി മുതൽ അടുത്ത 10 ദിവസത്തേക്ക് ഇന്ത്യയിൽ നിന്നുള്ളവർക്ക് പ്രവേശന വിലക്ക് ഏർപ്പെടുത്തിയതോടെയാണ് ഇന്ന് തന്നെ UAE-യിലെത്താൻ കുടുംബങ്ങളടക്കം ശ്രമിക്കുന്നത്. അതേസമയം നാട്ടിൽ അത്യാവശ്യത്തിന് ചെന്ന് പ്രിയപ്പെട്ടവരെ എങ്ങനെയെങ്കിലും ഇന്ന് തന്നെ UAE-യിൽ എത്തിക്കാനുള്ള ശ്രമത്തിലാണ് ഇവിടെയുള്ള ബന്ധുക്കളേവരും. ഇന്ത്യയിൽ COVID-19 ബാധ വീണ്ടും രൂക്ഷമായതിനെ തുടർന്ന് യാത്രക്കാരെ വിലക്കിയതായി കഴിഞ്ഞ ദിവസമാണ് ട്രാവൽ ഏജൻസികൾക്ക് വിവിധ വിമാന കമ്പനികളുടെ അറിയിപ്പ് ലഭിച്ചത്. UAE ദേശീയ ദുരന്ത നിവാരണ വകുപ്പിന്റെയും വ്യോമയാന മന്ത്രാലയത്തിന്റെ തീരുമാനപ്രകാരമായിരുന്നു ഇത് കൈക്കൊണ്ടത്. ഇതേ തുടർന്ന് ആളുകൾ ആശങ്കയിലാവുകയും ഏതുവിധേനയും UAE-യിലേക്ക് എത്തിപ്പെടാൻ ഒരുങ്ങുകയുമായിരുന്നു. പലരും പെരുന്നാൾ കഴിഞ്ഞ് യാത്ര തിരിക്കാനിരിക്കുകയായിരുന്നു. എന്നാൽ വിലക്ക് 10 ദിവസത്തേക്കാണെങ്കിലും ഇന്ത്യയിലെ കോവിഡ് സാഹചര്യം രൂക്ഷമായി തന്നെ തുടരുകയാണെങ്കിൽ നീട്ടിയേക്കുമെന്ന ആശങ്കയാണ് ഇപ്പോൾ പലരിലും ഉള്ളത്. എന്നാൽ ഇന്ത്യയിൽ നിന്ന് UAE-യിലേക്കുള്ള വിമാനങ്ങളിൽ ടിക്കറ്റ് കിട്ടാനില്ലാത്തതാണ് നിലവിലെ ഏറ്റവും വലിയ പ്രശ്നമെന്ന് ദുബായിലെ സ്മാർട്ട് ട്രാവൽസ് ഉടമ അഫി അഹമ്മദ് പറയുന്നു. കോവിഡ് രൂക്ഷമായതിനെ തുടർന്ന് വിമാന സർവീസ് നിലച്ചേക്കുമെന്ന സൂചന നേരത്തെ തന്നെ ഉണ്ടായിരുന്നതിനാൽ പലരും പെരുന്നാൾ പോലും കാത്തിരിക്കാതെ ഈ മാസം തന്നെ തിരിച്ചു വരാൻ തീരുമാനിച്ചു. ഇതുകൂടാതെ പലരും ഇതിനോടകം ടിക്കറ്റും ബുക്ക് ചെയ്തിട്ടുണ്ട്. ഞായറാഴ്ച മുതൽ ടിക്കറ്റ് എടുത്തവർക്കാണ് ഇപ്പോൾ പണി കിട്ടിയത്. 1000-ലേറെ ദിർഹം നൽകിയാണ് മിക്കവരും കഴിഞ്ഞ ദിവസങ്ങളിൽ UAE-യിലേക്കുള്ള ടിക്കറ്റ് എടുത്തിട്ടുള്ളത്. സ്പൈസ് ജെറ്റ് സ്പെഷ്യൽ വിമാനത്തിൽ 35,000 രൂപയായിരുന്നു വൺ വേ ടിക്കറ്റ്. ഇത്തരത്തിൽ വൻതുക നൽകി ടിക്കറ്റ് എടുത്തവരാണ് UAE-യുടെ പെട്ടെന്നുള്ള തീരുമാനത്തിൽ വലയുന്നത്. ഗൾഫ് രാജ്യങ്ങളിലേക്ക് നേപ്പാൾ വഴി പോകാമെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു കഴിഞ്ഞു. കാഠ്മണ്ഡു വിമാനത്താവളത്തിലെ ഇമിഗ്രേഷൻ അധികൃതർ ഇതിന് സൗകര്യം ഒരുക്കും. ഇമിഗ്രേഷൻ ക്ലിയറൻസ് ഉള്ളവർക്ക് NOC വേണ്ടെന്നും വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി. ദുബായിലേക്ക് വരുന്നവർ 48 മണിക്കൂറിനുള്ളിൽ എടുത്ത കോവിഡ് PCR പരിശോധനയുടെ നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് വേണമെന്നത് ഒട്ടേറെ പേരെ കുഴയ്ക്കുന്നു. ഇനി അത് സാധ്യമാകാതെ വന്നതിനാൽ നിരാശയിലാണ് മിക്കവരും. പലരുടെയും വിസ കാലാവധി കഴിയാറായതിനാൽ തന്നെ ഭാവി എന്താകുമെന്നറിയാതെ പ്രതിസന്ധിയിലാണ്. മുൻപ് ലഭിച്ചിരുന്ന പോലെ UAE അധികൃതരിൽ നിന്നുള്ള ഇളവുകളിലാണ് ഇനി പ്രതീക്ഷയെന്ന് ബുധനാഴ്ചത്തേക്ക് ടിക്കറ്റ് എടുത്തിരുന്ന കോഴിക്കോട് ബാലുശ്ശേരി സ്വദേശി റയീസ് റഹ്മാൻ പറയുകയുണ്ടായി. നേരത്തെ അബുദാബി രാജ്യാന്തര വിമാനത്താവളത്തിലെത്തുന്നവരും 48 മണിക്കൂറിനുള്ളിൽ കോവിഡ് നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കണമെന്ന് അധികൃതർ അറിയിച്ചിരുന്നുവെങ്കിലും പിന്നീട് ഇത് 96 മണിക്കൂർ തന്നെയാക്കുകയായിരുന്നു. കഴിഞ്ഞ 14 ദിവസത്തിനുള്ളിൽ ഇന്ത്യ സന്ദർശിച്ചവരെയും ട്രാൻസിറ്റ് വിസക്കാരെയും UAE-യിൽ പ്രവേശിപ്പിക്കില്ലെന്നും അധികൃതർ ഇതിനോടകം അറിയിച്ചിട്ടുണ്ട്. ഇതുമൂലം ഇന്ത്യയിലുള്ള ഒട്ടേറെ പേർ കുടുങ്ങുകയും ചെയ്തു. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.